ഈ സംവിധാനത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മൂടിവെച്ചും മറച്ചുവെച്ചും ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം സമസ്തയും മുസ്ലിം ലീഗുമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ സമസ്തയുടെ പ്രവർത്തകരുമായിട്ട് ശത്രുതയുണ്ടാക്കാനും വിദ്വേഷമുണ്ടാക്കാനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും പാവങ്ങൾ അതിൽ വീണുപോയിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയെ കുറിച്ച് ഈ തീരുമാനമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന കാര്യം എന്താണ്? ഈ CAC വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി സമസ്തയുടെ പണ്ഡിതന്മാർ പരിശുദ്ധമായ റമദാനിൽ പോലും മുഷാവറ യോഗം ചേർന്നുകൊണ്ട് പലപ്പോഴും എത്രയോ യോഗങ്ങൾ ചേർന്ന് എത്രയോ മണിക്കൂറുകൾ ചെലവഴിച്ച് ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്തത് എന്തിനാണ്? കുറെ സ്ഥാപനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടല്ല, കുറെ സ്ഥാപനങ്ങൾ ഇനിയും സമസ്തയുടെ ഭാഗമായി നിൽക്കണം താല്പര്യം ഉണ്ടായത് കൊണ്ടല്ല. സ്ഥാപനങ്ങളുടെ താല്പര്യം കൊണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? CACയുടെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന അവരുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവരുടെ ഉത്തരവാദപ്പെട്ട ആൾ തന്നെ പ്രസംഗിച്ചത് എന്താണ്? ഈ 2 ആഴ്ച മുമ്പ് എറണാകുളത്ത് അവരുടെ സമ്മേളനത്തിൽ അവർ ഉത്തരവാദപ്പെട്ട ആളെന്താ പ്രസംഗിച്ചത്? അദ്ദേഹം പറഞ്ഞു CACക്ക് 150-ലധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ കീഴിൽ 150-ലധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 54 സ്ഥാപനങ്ങളാണുള്ളത്. ഇപ്പോൾ 54 സ്ഥാപനങ്ങളാണുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സൂചന നൽകിയപ്പോഴേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സംവിധാനത്തെ കുറിച്ച് സൂചന നൽകിയപ്പോഴേക്ക് 150-ൽ 54 സ്ഥാപനങ്ങൾ മാത്രമായി അവശേഷിക്കുന്ന ഒരു ഘട്ടം വന്നാൽ സ്ഥാപനങ്ങളെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടി സമസ്ത ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ സംവിധാനം നിലനിൽക്കണം. ഈ സംവിധാനത്തിലെ തെറ്റുകൾ തിരുത്തി നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയാണ് ഈ ചർച്ചയിലുടനീളം നമ്മുടെ നേതാക്കൾ സമീപിച്ചത്. പക്ഷേ പരസ്യമായി വീണ്ടും വീണ്ടും ധിക്കാരത്തിന്റെയും ദാക്ഷ്യത്തിന്റെയും സമീപനങ്ങളാണ് മറുഭാഗത്തുണ്ടായത്. ഇതൊരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല എന്ന് കൃത്യമായിട്ട് കണ്ടപ്പോഴാണ് അവസാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ ഈ ചർച്ചയുടെ നാൾവഴികളെല്ലാം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സംവിധാനവുമായിട്ട് ഇനി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബന്ധമില്ല. അത് സമസ്തയുടെ മുഷാവറ യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പത്രത്തിൽ അതിന് റിലീസ് വന്നു. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് സമസ്ത അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. സമസ്ത മുഷാവറ തീരുമാനിച്ചിട്ടുണ്ട്, അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ആ മുഷാവറയുടെ തീരുമാനം കൃത്യമായിട്ട് സമൂഹത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴാണ് അതിനേക്കാൾ വളരെ കൗതുകരമായ കാര്യം, പിറ്റേ ദിവസം ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയാണ്, അത്ര കാലം പറഞ്ഞിരുന്നത് ഞാൻ സമസ്തക്കാരനാണ്, ഞാൻ സുന്നത്ത് ജമാഅത്തുകാരനാണ്, ഞാൻ സമസ്തയിൽ അഭിമാനം കൊള്ളുന്നവനാണ്, എന്നെ ആര് സമസ്തയിൽ നിന്ന് പുറത്താക്കിയാലും ഞാൻ സമസ്തക്കാരനാണ് എന്ന് പറഞ്ഞ ആള് സമസ്ത മുഷാവർ അന്തിമമായി തീരുമാനമെടുത്തപ്പോ പിറ്റേ ദിവസം മലപ്പുറത്ത് പ്രസ് ക്ലബിൽ വന്നിട്ട് പറയാണ്, സമസ്തയെ ശുദ്ധീകരിക്കണം, സമസ്തന്റെ ഡ്രൈവർ മാറണം, സമസ്ത ഒരു യാഥാസ്ഥിക സംഘടനയാണ്. ഇങ്ങനെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരനും മുജാഹിദുകാരനും ഒക്കെ സമസ്തയെ കുറിച്ച് സുന്നി പണ്ഡിതന്മാരെ കുറിച്ച് ഉപയോഗിക്കുന്ന അതേ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ ഇപ്പോൾ വ്യാപകമായി അവർ പ്രചാരണം തുടങ്ങിയത്. സ്വാഭാവികമായും എന്താണ് ഈ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിൽ ചെയ്തത്, ഇതിന്റെ നടപടിക്രമങ്ങൾ എന്തായിരുന്നുവെന്ന് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ സംഘടനാ പ്രവർത്തകർ, മഹല്ല് ഭാരവാഹികൾ, നാട്ടിലെ പൗരപ്രമുഖർ എല്ലാവരും മനസ്സിലാക്കണം. ഇതൊരു സ്വാഭാവികമായ നടപടിക്രമമാണ്. ഈ സ്വാഭാവികമായ നടപടിക്രമങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് വ്യാപകമായി ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, അതേപോലെ ഫേസ്ബുക്കുകളിലൂടെ ഒക്കെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നമാണ്. ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നമാണ്. ഈ വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നേർവഴിയിലാക്കാൻ വേണ്ടിയിട്ട് ചർച്ച നടത്തിയത് മുഴുവൻ സമസ്തയും മുസ്ലിം ലീഗുമാണ്.
ഇത് നേരെയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഈ സംവിധാനത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മൂടിവെച്ചും മറച്ചുവെച്ചും ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം സമസ്തയും മുസ്ലിം ലീഗുമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ സമസ്തയുടെ പ്രവർത്തകരുമായിട്ട് ശത്രുതയുണ്ടാക്കാനും വിദ്വേഷമുണ്ടാക്കാനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും പാവങ്ങൾ അതിൽ വീണുപോയിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഒരു പ്രശ്നമില്ല, പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. സമസ്ത കേരള ജമിയത്ത് നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം മുസ്ലിം ലീഗ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മുസ്ലിം ലീഗിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം സമസ്തയുടെ ഭാഗത്തുണ്ടാവില്ല. കാരണം എന്താണ്? അത് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ടാകുന്ന കാര്യമില്ല. അത് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ടാകുന്ന കാര്യമല്ല. ഇതാണ് പ്രശ്നമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ, വ്യാജ പ്രചരണം നടത്തിയ ആളുകൾ തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ സത്യം അതാണ്. മുസ്ലിം ലീഗിന് പ്രയാസകരമാകുന്ന എന്തെങ്കിലും പ്രവർത്തനം സമസ്തയുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ, സമസ്തയുടെ സംഘടനാപരമായ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അത് സമസ്തക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? ഒരിക്കലും ഗുണം ചെയ്യില്ല. സമസ്തക്ക് ദോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെയോ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് ഗുണം ചെയ്യുമോ? ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യൂ. അതുകൊണ്ട് ഇത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നമല്ല. സമസ്ത ഒരു മതസംഘടനയാണ്. അത് അതിന്റെ പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് അതിന്റെ പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും. ഇവിടുത്തെ പ്രശ്നം സമസ്ത കേരള ജമിയത്തിനുമിടെ മേൽവിലാസത്തിൽ വളർന്നു വലുതായ ഒരു വിദ്യാഭ്യാസ സംവിധാനം സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ, സമസ്തയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ഭരണഘടന പോലും തെറ്റിച്ചുകൊണ്ട് വിഭാഗീയമായ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ സമസ്ത അവിടെ ഇടപെട്ടു എന്നുള്ളതാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു നടപടിക്രമമാണ്. കണ്ണൂർ ജില്ലയിലെ എളയാവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ CH സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. CH സെന്ററിനെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിൽ ആതുര സേവന മേഖലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കവച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന ഏറ്റവും മനോഹരമായ ആതുര സേവന പദ്ധതിയാണ് CH സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കണ്ണൂർ ജില്ലയിൽ അവിടുത്തെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച എളയാവൂരിലെ CH സെന്ററുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ചന്ദ്രിക പത്രത്തിൽ ഒരു വാർത്ത വന്നു. ആ വാർത്തയിൽ പറഞ്ഞത് എളയാവൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CH സെന്ററുമായി മുസ്ലിം ലീഗിന് ബന്ധമില്ല. ഇനി മുസ്ലിം ലീഗ് പ്രവർത്തകർ അതിനെ സഹായിക്കേണ്ടതില്ല, സംഭാവന നൽകേണ്ടതില്ല. എന്താ കാരണം പറഞ്ഞത്? മുസ്ലിം ലീഗിന്റെ ഉപദേശ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളെയും ലംഘിച്ചുകൊണ്ട് സ്വതന്ത്രമായ സ്വഭാവത്തിൽ പാർട്ടിയുടെ ഉപദേശങ്ങളെയും നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ആ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതുമായി പാർട്ടിക്ക് ബന്ധമില്ല, പാർട്ടി പ്രവർത്തകർ അതുമായിട്ട് സഹകരിക്കാൻ പാടില്ല, സംഭാവന കൊടുക്കാൻ പാടില്ല എന്ന് പാർട്ടി പറഞ്ഞതാൽ എന്താ ഇതിന് താല്പര്യം? അത് പാർട്ടി നിർവഹിക്കുന്ന സംഘടനാപരമായ ഒരു നടപടിക്രമമാണ്. അതേ പരിപാടിയാണ് സമസ്ത ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാവരും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നല്ലാതെ ഇതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മൂടിവെച്ചുകൊണ്ട് ഈ രണ്ട് സംഘടനകളും തമ്മിലാണ് പ്രശ്നമെന്ന് വരുത്തി തീർത്ത് ഇവിടെ പല ആളുകളും മഹല്ലുകളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലൊക്കെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആര് കുഴപ്പമുണ്ടാക്കിയാലും എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ ഇത്ര മഹല്ലുണ്ടാകുന്ന ആർക്കും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, ഇത്ര മദ്രസ ഉണ്ടാകുന്ന ആർക്കും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കുറിച്ച് നേരത്തെ ബഹുമാനായ മുഷാവർ അംഗം ഉസ്താദ് സലാം ബാക്കി ഇവിടെ സൂചിപ്പിച്ചു. സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കലും പഠിപ്പിക്കലും അത് സമൂഹത്തിൽ ബോധവൽക്കരിക്കലുമാണ്. അതിന് സമസ്തയുടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തും. ആ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തരുത് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് ഈ സംഘടനയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യവും അജണ്ടയുമാണ് ഈ ദൗത്യം നിർവഹിക്കുക. അത് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാവണം, അത് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ മഹല്ലുകളിൽ ഉണ്ടാകണം, അത് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ സംരംഭങ്ങളിലും ഉണ്ടാകണം. അല്ലാതെ ഇന്ന് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏക സിവിൽ കോഡ് തുടങ്ങിയിട്ടുണ്ട്, വഖഫ് ബോർഡ് ഭേദഗതി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ ഈ സുന്നി മുജാഹിദും ജമാഅത്തും പറയേണ്ട സമയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സങ്കര സംസ്കാരത്തോട് രാജിയാവാൻ സമസ്തയുടെ പ്രവർത്തകരെ കിട്ടില്ല എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം.